സിനിമയുടെ ആരംഭത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ. അതായത് ഒരു ഇന്ത്യൻ എയർഫോഴ്സ് ടീം, അതിലെ പ്രഗത്ഭരായിട്ടുള്ള കുറെ ഏവിയേറ്റേഴ്സ്, അവര് ഇന്ത്യക്കെതിരെ വരുന്ന ചില പ്രശ്നങ്ങൾക്കെതിരെ നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല അവർക്കുള്ളിലുള്ള സൗഹൃദങ്ങളും വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അതും സിനിമയിൽ കാണിക്കുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും സിനിമയിൽ എനിക്ക് തോന്നിയ മറ്റു കാര്യങ്ങൾ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് സിനിമയെ പറ്റിയുള്ളതായാലും വീഡിയോയെ പറ്റിയുള്ളതായാലും എന്ത് തന്നെ ആയാലും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. നമസ്കാരം, മൂവി ഫെറോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 പുറത്തു വന്ന ഒരു ഹിന്ദി ആക്ഷൻ ഫിലിമാണ് ഫൈറ്റർ. സിദ്ധാർത്ഥ് ആനന്ദ് അദ്ദേഹമാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഋതിക് റോഷൻ ഫാൻ തന്നെയാണ്. ഈ സിനിമ നമുക്കറിയാം, ഈ സിനിമ അദ്ദേഹത്തിന്റെ സിനിമയാണ്, ഋതിക് റോഷന്റെ സിനിമയാണ്. പക്ഷെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാൻ ബേസ് മൂവി എന്നതിലുപരി, ഉദാഹരണമായിട്ട് പറയാൻ ടൈഗർ, പത്താനൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ഒരു രീതിയിൽ കൊണ്ടുവരാതെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഒരു ഫാൻ ബേസ് എന്നത് മാറ്റി നിർത്തി കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് നാച്ചുറൽ ആയിട്ടൊക്കെ സിനിമ കൊണ്ടുവരാനായിട്ട്, ഒരു എയർ ബേസ്, അവിടെ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ, അവരുടെ വിഷമങ്ങൾ, ഇമോഷൻസ്, ഇതൊക്കെ ഉൾപ്പെടുത്തി കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ മറ്റ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും സിനിമയുടെ മറ്റു വിശേഷങ്ങളൊക്കെ നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ ആ ഒരു മേക്കിംഗ്, അതായത് ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവന്നത് തന്നെയാണ് കുറച്ചുകൂടിയും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെ ഓവറോൾ ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ്, ആ CG VFX വർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 3D ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അതുപോലെ തന്നെ ആ ഒരു സൗണ്ട് ഡിസൈനിങ്, പ്രത്യേകിച്ച് എയർ ഫൈറ്റ് ഒക്കെ നടക്കുമ്പോൾ ഉള്ള ആ ഒരു സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആയാലും അതും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ വന്ദേ ഭാരതം എന്ന പാട്ടിന്റെ മറ്റൊരു ടോൺ, അതൊക്കെ നല്ല രസമായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ ഇപ്പം എന്താ പറയുക, പെർഫോമൻസ് ഒക്കെ നോക്കുവാണെങ്കിലും അതും നല്ല രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. കാരണം ഇതൊരു റിയലിസ്റ്റിക് മൂവി എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അപ്പം ഈ അതിൻ്റെതായ രീതിയിൽ നീറ്റായിട്ട് തന്നെ അവർ ചെയ്തില്ലെങ്കിൽ ആ ഒരു ഇത് നമുക്ക് തോന്നും. പക്ഷെ ഇതിൽ വരുമ്പോൾ ദീപികയുടെ ആയാലും ഋതിക് റോഷന്റെ ആയാലും അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും പെർഫോം ചെയ്തു. അവർ മാത്രമല്ല ബാക്കി എല്ലാവരും, പ്രത്യേകിച്ച് ദീപികയുടെയൊക്കെ ചില എമോഷൻ സീക്വൻസുകളുണ്ട്, ഫാമിലി ആയിട്ട് കാണിക്കുന്ന കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ട്. അതും അടിപൊളിയായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അപ്പോൾ ഓവറോൾ സിനിമ നോക്കുമ്പോൾ, മൊത്തത്തിൽ സിനിമ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ മറ്റ് സിനിമകളെ പോലെയൊക്കെ, അതായത് സീക്വൽ മൂവി ആയിട്ടല്ല ഇത് വന്നത്, അങ്ങനെയായിരുന്നു ആദ്യത്തെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആ ഒരു രീതി, പത്താൻ, ഈ പറയുന്ന ടൈഗർ, ആ ഒരു സിനിമകളൊക്കെ എടുക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ ഇത് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സിനിമയാണ്. ഇത് ഒരു ഇമോഷണൽ ഡ്രാമ, ഒരു 75% ഒരു ഡ്രാമ മോഡിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെയും നമ്മളെ എഡ്ജ് ടു എഡ്ജ് കൊണ്ടുവരുന്ന ആ ഒരു ക്ലൈമാക്സ് രംഗങ്ങളിലൊക്കെയാണ്, അത് അത്രയും ഇല്ല, എന്നാൽ പോലും റിയലിസ്റ്റിക് ആയിട്ട്, ആ ഒരു ഒറ്റ വേടേ ഉള്ളൂ, റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഒരു എയർ ബേസിൽ നടക്കുന്ന അവരുടെ സൗഹൃദങ്ങളും കാര്യങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടൊക്കെ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതൊരു ഡ്രാമ സെറ്റപ്പിൽ തന്നെയാണ് പോകുന്നത്. അതും അല്പം സ്ലോ ബേണിംഗ് ഡ്രാമയാണ് സിനിമ. പക്ഷേ അവസാനം നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസും, അല്ലെങ്കിൽ മൊത്തത്തിലൊരു വിഷ്വൽ എക്സ്പീരിയൻസും സിനിമ തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക് എന്ന മൂവി പേര് വരുമ്പോൾ തന്നെ സ്ലോ ആയിട്ടേ സിനിമ പോവുള്ളൂ. ആ ഒരു രീതിയിൽ അല്പം സ്ലോ ബേണിംഗ് ഡ്രാമ, അതുപോലെ തന്നെ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസും തരുന്ന സിനിമ, അതും 3Dയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നല്ലൊരു എക്സ്പീരിയൻസ് സിനിമ തരും. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ. 3Dയിൽ തന്നെ ആയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ സിനിമയിൽ നിന്ന് കിട്ടി എന്ന് കരുതി ഞാൻ അങ്ങ് വലുതാക്കി വെക്കുന്നാൽ അത്രത്തോളം ഒന്നും ഇല്ല. ഒരു നോർമൽ സിനിമയാണ്, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തന്നു. മോശം എന്ന് പറയാനൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ കാണുക, 3Dയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്. എന്തായാലും ഇതുപോലെയുള്ള മറ്റൊരു സിനിമ, റിലീഫിംഗ് സിനിമ, ചെറിയ സിനിമയിൽ നല്ല സിനിമ, അതിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി.